وعليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله الفائزين برضا الله. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തർബിയ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും ഖൈറാത്തുകൾ ചൊരിഞ്ഞു നൽകുമാറാകട്ടെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, വിശുദ്ധിയുടെ ദിനരാത്രങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മളിലേക്ക് ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങൾ അടങ്ങിയ മാസമായിരുന്നു പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ കഴിഞ്ഞ് ഏറ്റവും മഹത്തായ ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. ആ ദുൽഹിജ്ജയുടെ ദുൽഖഅദ് പരിപൂർണമായി ദുൽഹിജ്ജിന്റെ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പാഠശാലയിൽ സ്വഹാബത്തിനോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യുന്ന ഇബാദത്ത് അത് വളരെ പുണ്യമുള്ള ഇബാദത്തുകളാണ്, വളരെ പവിത്രമേറിയ ഇബാദത്തുകളാണ്. മറ്റെല്ലാ ഇബാദത്തുകളെക്കാളും പവിത്രത അതിനുണ്ട്. സഹാബത്ത് ചോദിച്ചു, അല്ല നബിയേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പവിത്രതയുണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മഹത്വവും പവിത്രതയുമുള്ള മാസമാണ് ദുൽഹജ്ജ്. അപ്പോൾ നാം സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് ധാരാളം പ്രതിഫലം നൽകുമെന്നാണ് അതിന്റെ അർത്ഥം. അതേ സ്ഥാനത്ത് തെറ്റുകൾ ചെയ്താലോ ഈ മാസത്തെ ബഹുമാനിക്കേണ്ടതിന് പകരം നമ്മൾ അതിനാദരിക്കാതെ ബഹുമാനിക്കാതെ ഈ മാസത്തെ നാം പറഞ്ഞയക്കുകയാണെങ്കിൽ, തെറ്റുകളിൽ നാം അകപ്പെട്ടുകൊണ്ട് തെറ്റുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ശിക്ഷയുമുണ്ട് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ തർബിയ മീഡിയയിലെ ഹസനി ടോക്കിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയിൽ ആർജിച്ച ജീവിതം നയിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ യുദ്ധത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഈ ദിവസങ്ങളിലെ ഇബാദത്തിന് പ്രതിഫലമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ പ്ലാനഡായിട്ട് വരുന്ന 10 ദിവസങ്ങളെ രാപ്പകലുകളെ സത്യം ചെയ്ത് 10 രാപ്പകലുകളെ സത്യം ചെയ്ത് അല്ലാഹു സൂറത്തുൽ ഫജ്റിലൂടെ പറയുന്നത് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളാണ്. ആ 10 ദിവസങ്ങളിൽ നാം നന്മ ചെയ്യുകയും ആ നന്മ എങ്ങനെയാം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായി ഇബാദത്തുകൾക്ക് രൂപരേഖയുണ്ടാക്കി അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിറങ്ങുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അടിമകളിലേക്ക് നോക്കുന്ന അറഫാ മൈതാനിയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വർണ്ണവർഗ വിവേചനമന്യേ എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളും ഒരുമിച്ചുകൂടി ഒരേ വേഷത്തിൽ, അതാ സ്ത്രീകളും ഒരേ വേഷത്തിൽ പുരുഷന്മാരും അല്ലാഹുവിലേക്ക് കരങ്ങളുയർത്തി ദുആ ചെയ്യുമ്പോ ലോകത്ത് ഏറ്റവും വലിയൊരു സമ്മേളനം നടക്കുന്ന അറഫാ മൈതാനി, അന്ന് അറഫയിൽ നിൽക്കുന്ന ദിവസം വരാനുണ്ട്. അന്ന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. എല്ലാവർക്കും ചോദിക്കുന്നതൊക്കെ അല്ലാഹു നൽകുകയാണ്. അങ്ങനെ ഏറ്റവും മഹത്തായ ദിനങ്ങളടക്കം ഉൾക്കൊള്ളുന്ന ഈ ദുൽഹജ്ജ് 10 ദിവസങ്ങളെ നാം ആദരിക്കണം, ബഹുമാനിക്കണം. നമുക്കറിയാം, നാം റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ നാം ഒരു പോത്തിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു ആടിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു മാടിനെ കണ്ടു. അതിനെ കണ്ടാൽ മറ്റു മാസങ്ങൾ പ്രത്യേകതയില്ല. പക്ഷേ ദുൽഹജ്ജ് പറഞ്ഞതോടുകൂടി ആ മൃഗത്തെ കാണുമ്പോൾ അത് ഉളുഹിയ്യത്തിന്റെ ബലികർമ്മത്തിന്റെ മൃഗമായതുകൊണ്ട് അതിനെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയല് അത് പ്രത്യേകം സുന്നത്താണ്. ഒരു മൃഗത്തെ കണ്ട് വീണ്ടും മൃഗത്തെ കണ്ടാൽ അല്ലാഹു അക്ബർ പറയണം. ഇങ്ങനെ മഹത്വമുള്ള ആ മൃഗത്തിന് പോലും ബഹുമാനമുള്ള ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഈ മാസത്തെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യമാരോട്, കുടുംബാംഗങ്ങളോട് പറഞ്ഞു കൊടുക്കണം. സിനിമ നമ്മൾ ഒഴിവാക്കണം. ഹറാമ് കാണുന്നതിൽ നിന്ന് കണ്ണിനെ ഒഴിവാക്കി നാവിനെ നല്ലത് മാത്രം പറയിപ്പിച്ച് ശരീരം കൊണ്ട് നല്ലത് മാത്രം പ്രവർത്തിപ്പിച്ച് അതാ മഹാനായ
സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബി പറയാണ് ഈ മാസത്തിന്റെ മഹത്വം. അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന ഇബാദത്തുകളൊക്കെ ചെയ്യണേ എന്ന് പറയുമ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് അവിടുന്ന് അവിടുത്തെ ശരീരത്തിന് കഴിയുന്നതിനേക്കാളപ്പുറം, താങ്ങാൻ കഴിയുന്നതിനേക്കാളപ്പുറം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. സാധുക്കളായ നമ്മളപ്പോൾ എത്ര ഇബാദത്ത് ചെയ്യണം. ഞാൻ ഈ ദുൽഹജ്ജിന്റെ 10 സവിശേഷതകൾ പറയാൻ. ദുൽഹജ്ജിന്റെ ബഹുമാനത്തെ നാം കുറച്ച് കാണാൻ പാടില്ല. ദുൽഹജ്ജ് ദിവസങ്ങളിൽ നാം നല്ല ശ്രദ്ധ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ തന്നെ വേണം. നാം റമദാന് കടന്നു വരുമ്പോൾ നാം ടെലിവിഷൻ ഓഫ് ചെയ്ത് വെച്ചതുപോലെ ടെലിവിഷനുകളൊക്കെ ഓഫ് ചെയ്ത് സിനിമകളൊക്കെ മാറ്റി വെച്ച് തെറ്റുകൾ കാണുന്നതിന് തൊട്ട് മക്കളെയും കുടുംബങ്ങളെയും തടഞ്ഞ് വീടുകൾ ഖുർആനിന്റെ ശബ്ദം കൊണ്ട് നിറയ്ക്കുകയും സുന്നത്തുകൾ ധാരാളം നിസ്കരിക്കുകയും ചെയ്യണം. മഹത്തുക്കൾ പറയുന്നു, ഈ ആദരവെന്ന് പറഞ്ഞാൽ, ഈ ബഹുമാനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹാന്മാരായ ആളുകൾ എന്തൊക്കെയാണോ നമ്മളോട് പറഞ്ഞത് ആ കാര്യങ്ങൾ ചെയ്യുകയും സുന്നത്തായ ധാരാളം നിസ്കാരങ്ങളടക്കം എന്തെല്ലാമുണ്ടോ, നോമ്പടക്കം എന്തെല്ലാമുണ്ടോ അതൊക്കെ നിർവഹിക്കുകയും ചെയ്യലാണ് ഈ മാസത്തെ ആദരിക്കുക എന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഈ മാസത്തെ ആദരിച്ചവർക്ക്, ബഹുമാനിച്ചവർക്ക് മഹത്തുക്കൾ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസീസ് അവിടുത്തെ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു 10 കാര്യങ്ങൾ പറയുകയാണ്. എന്താണ്? മഹാനവറുകൾ പറയാണ്, ഈ വരുന്ന ദുൽഹജ്ജ് ഇന്നത്തെ ദിവസം മുതൽ വരുന്ന പെരുന്നാളിന്റെ പെരുന്നാൾ വ്യാഴാഴ്ച, ആ വ്യാഴാഴ്ച ദിവസം, പെരുന്നാൾ ദിവസം അടക്കം 10 ദിവസങ്ങൾ നമ്മളിലേക്ക് വരുന്നത് അതാ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന വളരെ മഹത്തായ ദിവസമാണ്. ആ രാത്രികളെ ധന്യമാക്കിയാൽ, ഈ 10 ദിവസങ്ങൾ ഒരാൾ ബഹുമാനിച്ചാൽ അക്രമഹുല്ലാഹു ബിഅശ്രി കറാമാത്ത്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ അല്ലാഹു ബഹുമാനിച്ചതിന് ബഹുമാനിക്കൽ. ഖുർആൻ പറഞ്ഞില്ലേ, വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവരുടെ ഹൃദയത്തിന്റെ തഖ്വയാണ്. തഖ്വ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ തഖ്വ കൂട്ടണമെങ്കിൽ അല്ലാഹു ബഹുമാനിച്ചവർ, അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കൾ, അല്ലാഹു ആദരിച്ച ദിവസങ്ങൾ, ബഹുമാനിച്ച ദിവസങ്ങൾ, മാസങ്ങൾ, അതിന് പ്രിയം വെക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ആദരവേത് കാണിച്ചാൽ വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളുമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഉണർത്തുകയാണ്, ഈ ദിവസങ്ങളെ, ഈ 10 ദിവസങ്ങളെ ബഹുമാനിച്ചാൽ അല്ലാഹു 10 ബഹുമാനം നമുക്ക് നൽകുകയാണ്. ഒന്നാമതായി പറയുന്നു, അൽ ബറകത്തു ഫീ യുംനിഹി, അവന്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് തരികയാണ്. ആയുസ് അധികം ഇബാദത്തിലായി അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി നൽകുകയാണ്. രണ്ടാമത് മഹത്തുക്കൾ പറയുന്നു, വസിയാദത്തു ഫീ മാലിഹി, കുറഞ്ഞ ശമ്പളമാണോ നിങ്ങൾക്കുള്ളത്, കുറഞ്ഞ വരുമാനമാണോ നിങ്ങൾക്കുള്ളത്, കിട്ടുന്നത് തുച്ഛമാണെങ്കിലും നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങൾക്കുള്ള സമ്പത്തിൽ വലിയ ബറക്കത്ത് അല്ലാഹു നൽകുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര രോഗങ്ങളാണ്, എത്ര പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ്, എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അതേ നിങ്ങളെ കുടുംബാംഗങ്ങളെ അല്ലാഹു ഹിഫ്ള് ചെയ്യുകയാണ്, സംരക്ഷിക്കുന്നതാണ്. നാലാമത്തെ ഒരു കറാമത്ത്, നാലാമത്തെ ഒരു ബഹുമാനം, അതേ അവന്റെ എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തമാണ്. അവന്റെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. കഴിയില്ല സഹോദരങ്ങളെ, അവൻ ചെയ്യുന്ന നന്മകൾ എന്തുണ്ടോ
അതിനൊക്കെ പ്രതിഫലം ഇരട്ടിയായി പ്രതിഫലം നൽകുകയാണ്. അതേ വലിയ പ്രതിഫലമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആറാമത് മഹത്തുക്കൾ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ടവർ കിതാബിൽ പറഞ്ഞു, വത്തസ്ഹീലു ലിസ്സകറാത്തിഹി. മഹാന്മാർ ഈ 10 ദിവസത്തെ ആഗ്രഹിച്ചു ചെയ്തവരുണ്ട്. അങ്ങനെ ഈ 10 ദിവസത്തെ ബഹുമാനിച്ചവർക്ക് ആറാമത്തൊരു ബഹുമാനം എന്ന് പറയുന്നത്, അവൻ സക്കറാത്തിന്റെ ഹരിനാകുമ്പോൾ അവനക്ക് നല്ല മരണം ലഭിക്കുകയാണ്, ഈമാനുള്ള മരണം ലഭിക്കുകയാണ്. ഏഴാമത്തത് വള്ളിയ ഉലിഉൽമാതിഹി, ഖബറാകുന്ന ഇരുട്ടറയിൽ അവനക്കത് പ്രകാശമാണ്, മഹ്ശറയിലെ ഇരുളിൽ അവനക്കത് പ്രകാശമാണ്. സഭയിലുള്ള എല്ലാ ഇരുട്ടിലും, അതേ ഖബറിലുള്ള എല്ലാ ഇരുട്ടിലും അവനക്ക് പ്രകാശമായി വരുന്നു. ഈ ദിവസത്തിന്റെ ബഹുമാനങ്ങൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എട്ടാമത്തെ അവന്റെ മീസാൻ എന്ന് പറയുന്ന തുലാസ്, നന്മയും തിന്മയും തൂക്കുമ്പോ അവന്റെ നന്മയുടെ തുലാസങ്ങൾ കൂടുതൽ ഭാരം കൂടുകയാണ്, തിന്മ താഴ്ന്നു പോകുന്നു, നന്മ തൂങ്ങുന്നു. വലിയ പ്രതിഫലം അല്ലാഹു നൽകുന്നു. ഒമ്പതാമത്തെ മഹത്വം എന്താണ്? ഒമ്പതാമത്തെ കറാമത്ത് എന്താണ്? അന്നജാതു ബിദറകാതിഹി. അവന്റെ എല്ലാ മോശത്തരങ്ങളും മായിച്ച് അവനക്ക് പദവികളൊക്കെ അല്ലാഹു ഉയർത്തുകയാണ്. എല്ലാ പ്രതിസന്ധികളും മായിച്ച് അവനക്ക് അതാ വലിയ പദവികൾ അല്ലാഹു ഉയർത്തുന്നു. എല്ലാ തെറ്റുകളിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ടോ അവന്റെ ദറജകൾ മേൽക്കുമേൽ ഇങ്ങനെ അല്ലാഹു ഉയർത്തുന്നതാണ്. ദറജാത്തുള്ളവന്റെ പദവികൾ അല്ലാഹു വീണ്ടും ഉയർത്തുന്നതാണ്. ഇങ്ങനെ 10 പ്രത്യേകത മഹത്തുക്കൾ പറയുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദിവസങ്ങളെ ദിനരാത്രങ്ങളെ നമുക്ക് സജീവമാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ കൂടുതലായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തഹ്ലീലും തസ്ബീഹും തഹ്മീദും തക്ബീറും നിങ്ങൾ അധികരിപ്പിക്കണം. അതിനൊരു പ്രത്യേകം ദിക്റുണ്ട്. ആ ദിക്ർ നമ്മൾ സദാ ചൊല്ലിക്കൊണ്ടിരിക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങൾ മാനിച്ച് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി സുന്നത്ത് നിസ്കാരങ്ങൾ കൂടുതലാക്കുക, ഖുർആനോത്ത് കൂടുതലാക്കുക. പ്രത്യേകമായിട്ട് എന്തെങ്കിലും നന്മകൾ ജീവിതത്തിൽ ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ദുഹാ നിസ്കാരം, ഒരു വിത്ർ നിസ്കാരം, ഒരു തഹജ്ജുദ് നിസ്കാരം എന്തെങ്കിലും ജീവിതത്തിൽ ആഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈദുൽ ഹജ്ജ് മാസം തൊട്ട് തുടങ്ങാൻ നാം ശ്രമിക്കണം. ഇന്നത്തെ 1-ാമത്തെ ദിവസത്തിൽ അത് നെയ്യത്ത് വെച്ച് ഇന്ന് ചെയ്യാത്തവർ നാളെ തൊട്ട് തുടങ്ങി ഇനി ഒരിക്കലും ജീവിതത്തിൽ മുടങ്ങാത്ത ഇബാദത്തുകൾ ആഖിറമാകുന്ന ലോകത്തേക്ക്, ഖബറാകുന്ന ലോകത്തേക്ക് തയ്യാർ ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാവണമെന്നുണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദുൽ ഹജ്ജിനെ വേണ്ട പോലെ വരവേൽക്കാനും മുഴുവൻ ഹജ്ജിമാർക്കും ഹജ്ജമ്മമാർക്കും എല്ലാവർക്കും ഹജ്ജും ഉംറയും ഖബൂലിയത്ത് ഉള്ളതാക്കി അല്ലാഹു തീർക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം.